സ്വർഗാവകാശിയുടെ കുടുംബക്കാരൻ സ്വർഗാവകാശിയാണ്, നരകാവകാശിയുടെ കുടുംബക്കാരൻ നരകാവകാശിയാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് സ്വാലിഹീങ്ങളോടായിരിക്കണം. അതിനാണ് നമ്മൾ നല്ല ആൾക്കാരെ കാണുന്നത്, നല്ല ആൾക്കാരുടെ അടുത്ത് പോണത്, നല്ല ആൾക്കാരുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. ചാരിയാൽ ചാരിയത് മണക്കുമെന്നാണ്. മനുഷ്യൻ നന്നാവാൻ ചിലപ്പം ചെറിയ കാരണം മതി. സ്വാലിഹീങ്ങളിൽ നിന്ന് വേഗത്തിൽ നന്നാവാൻ പറ്റും. നല്ല മനുഷ്യന്മാരോടുള്ള ബന്ധം സ്ഥാപിച്ചാൽ വേഗത്തിൽ നന്നാവാം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ആളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. 1 സയ്യിദാണ്, 2 ആലിമാണ്, 3 വലിയാണ്. വിലാദത്തും സിയാദത്തും ഇൽമും 3ഉം ഒരുമിച്ച് ചേർന്ന ആളായിരുന്നു ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ. 3 ഉണ്ട്. അപൂർവ ആൾക്കാർക്കാണ് 3ഉം കൂടി ഉണ്ടാവില്ലേ. ഇൽമും സിയാദത്തും പിന്നെ വിലായത്തും അപൂർവ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകളിൽ നിന്ന് അതെപ്പോഴും കാണാറുണ്ടായിരുന്നു 3ന്റെയും പ്രകടനങ്ങൾ. മുല്ലക്കോയ തങ്ങൾ വാപ്പാൻ്റെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരാളുണ്ടായിരുന്നു, പുതിയ അഹമ്മദ് എന്ന് പേരായിട്ടൊരാള്. പുതിയ അഹമ്മദ് ഒരിക്കൽ കുന്നംകുളത്തുകാരായ കുറെ ആളുകളുടെ കൂടെ ഹജ്ജിന് പോയ ഒരു സംഭവം മുല്ലക്കോയ തങ്ങളുടെ താരീഖിൽ പറയുന്നത് കാണാം. കുന്നംകുളത്തുകാരായ കുറച്ച് ആൾക്കാർ ഹജ്ജിന് പോകാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയ തങ്ങളെടുത്ത് ചെന്നു. അങ്ങനെ മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് പോകാണ്, ഇവിടുന്ന് ഒരു സമ്മതം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ദോരന്ന് ഓൽക്ക് സമ്മതമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങളടുത്ത് തോനെ പൈസ ഉണ്ടോ ചോദിച്ചു. ഓല് പറഞ്ഞു അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് പറഞ്ഞു. ഇന്റെ പുതിയ അമ്മേനൊന്ന് കൊണ്ടുപോകാൻ മാത്രമുള്ള പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, തങ്ങൾ വാപ്പ ഇവിടുന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, അതിനുള്ള പൈസ ഒക്കെ ഉണ്ട് പറഞ്ഞു. എന്നാ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അങ്ങനെ പുതിയ അമ്മ ഹജ്ജിന് പോയി. ഉംറക്കാണെന്നും കാണാം. ഉംറക്കാണ് ഹജ്ജിന് വേണമെന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല, കാരണം അന്ന് ഉംറക്കും ഹജ്ജിനും കൂടി ഒറ്റ പോക്കാണുള്ളത്. ഇപ്പോഴല്ലേ ഉംറക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പോലും ഹജ്ജിന് തോനക്കായ ഉണ്ടാകുമ്പോൾ പോലൊക്കെ ആയത്. എന്നൊക്കെ കൂടി ഒറ്റ പോക്കാണല്ലോ. അപ്പൊ ചിലയിടത്ത് ഹജ്ജിന് പോകുന്നുണ്ട്, ചിലയിടത്ത് ഉംറക്ക് എന്നുണ്ട്. രണ്ടാണെങ്കിലും ഒന്നാന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഉംറക്ക് പോയി, അല്ലെങ്കിൽ ഹജ്ജിന് പോയി പുതിയ അഹമ്മദ്. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് കുന്നംകുളത്തേര് പോകുമ്പോ എന്നാ നമ്മൾ പോകല്ലേ എന്ന് ചോദിച്ചു. പുതിയ അഹമ്മദ് പറഞ്ഞു, ഞാൻ ഇനി പോരുന്നില്ലേ, ഞാൻ ഇവിടെ നിൽക്കുകയാണ് പറഞ്ഞു. പിന്നെ ഇപ്പൊ പിടിച്ചു വലിച്ചു കൊണ്ടുവരാനൊന്നും പറ്റാത്തതുകൊണ്ട് കുന്നംകുളത്തേര് പോന്നു. മൂപ്പരോടെ നിന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് മുല്ലക്കോയ തങ്ങൾ അറക്കൽ മുസ്ലിം രാജവംശത്തിന്റെ കൂടെ ഹജ്ജിന് പോയി. കുറെ കാലം കഴിഞ്ഞിട്ട് അറക്കൽ മുസ്ലിം രാജാക്കന്മാരുടെ കൂടെ കപ്പൽ വാടകയ്ക്ക് വിളിച്ചിട്ടായിരുന്നവർ ഹജ്ജിന് പോയത്. അതില് മുല്ലക്കോയ തങ്ങൾ പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് പരിശുദ്ധമായ മദീനയിലെ ഹറമിൽ ഇങ്ങനെ മുല്ലക്കോയ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വളരെ സ്പീഡില് നിലത്ത് കാല് തട്ടാത്ത രൂപത്തിൽ നടന്നു വരുന്നത് കണ്ടു എന്നാണ്. സ്പീഡിൽ ഇങ്ങനെ വരുന്നുണ്ട്, നിലത്ത് കാലിട്ടണില്ല, അങ്ങനെ വരുന്നുണ്ട്. മുല്ലക്കോയ തങ്ങളെടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഇന്ന മനസ്സിലായോ എന്ന് ചോദിച്ചു. മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, ഇന്റെ പുതിയ അഹമ്മദല്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാന് ളുഹുർ നിസ്കാരത്തിന് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു, അസ്ർ നിസ്കാരത്തിന് മദീനയിലെ ഹറമിലെത്തിയതാണ്. ഇവിടുന്ന് സമ്മതം തരികയാണെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് മക്കയിലെ ഹറമിലേക്ക് പോകണം എന്നുണ്ട് പറഞ്ഞു. എന്നാ പൊയ്ക്കോളി പറഞ്ഞു. അങ്ങനെയാണ് പോയി. അപ്പോൾ കുലമ്പുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. മുഹ്യദ്ദീൻ ഷെയ്ഖിന്റെ മുഹ്യദ്ദീൻ മാലയിലുള്ളതാണ്. നല്ലൊരൊപ്പം കൂടിയാൽ നന്നാവും. ഇന്നലെ ഞാൻ പരിപാടിക്ക് പോയത്, ഇന്നലെ കരുവാരക്കുണ്ടിനടുത്ത് അലി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു സൂഫിയായ മനുഷ്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മാമ്പുഴ മക്കാമിലായിരുന്നു ഇന്നലെ പരിപാടി. അവിടെ ഉറൂസാണ്, ഇന്നലെ തുടക്കമായിരുന്നു. ഇന്നലെ അവിടെ പ്രസംഗിച്ചത് അലി ഹസൻ മുസ്ലിയാർ. അലി ഹസൻ മൗലവിയുടെ പ്രധാനപ്പെട്ട പരിപാടി ആടിനെ നോക്കലാണ്. ആടിനെ നോക്കുക. സുലൈമാൻ മൗലവിയെ
കാലക്കാരനും സുഹൃത്തുമാണ്. അമ്പങ്ങുന്ന് വീരാനോലിയപ്പാപ്പാന്റെ വളരെ അടുപ്പുള്ള ആളാണ് അലിയസം മൊലിയർ. സുലൈമാൻ മൊലിയർ എന്ന് പറഞ്ഞാൽ മാങ്കാവ് പുതിയറ ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളാണ് സുലൈമാൻ മൊലിയർ. കോഴിക്കോട് ടൗണ്, കോഴിക്കോട് ജയിലൊക്കെ ഉണ്ടല്ലോ, കോൺട്രസ്റ്റ് ആശുപത്രിയൊക്കെ ഉള്ള ജയില്, ആ ജയിലിന്റെ അപ്പുറത്ത് പുതിയറ ജുമാഅത്ത് പള്ളിയിലാണ് സുലൈമാൻ മൊലിയരെ ഖബറുള്ളത്. സുലൈമാൻ മൊലിയർക്ക് സോപ്പ് വെച്ചോടിരുന്നു. ആ മൂപ്പര് സോപ്പേറ്റ് ഇങ്ങനെ വരും, അങ്ങാടിയിൽ വരും, സോപ്പ് വെക്കും. സോപ്പ് വാങ്ങുമ്പോൾ പറയും സുലൈമാന്റെ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി എന്ന് പറയും. വാങ്ങിയാൽ എന്താ കൊടുക്കച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങേണ്ടി വരും. മൂപ്പര് തെരഞ്ഞു വരും, വാങ്ങേണ്ടി വരും. വാങ്ങിയില്ലെങ്കിൽ എന്താ കൊടുക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞു പിന്നെ എങ്ങനെ സുലൈമാൻ ജീവിക്കാന്ന് ചോദിച്ചു. നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ, അപ്പൊ അതുകൊണ്ട് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ സോപ്പ് വെച്ചോടം ചെയ്യും. അങ്ങനെ ചില പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട്. മൂപ്പര പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ കലൊടക്കലാണ്. കരുവാരക്കുണ്ടില് വലിയൊരു ചന്ത ഉണ്ടായിരുന്നു. ചന്ത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഒരു പേരിനുള്ള ചന്തയൊന്നുമല്ല, ഒരാഴ്ചക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ആൾക്കാർ വാങ്ങുന്ന ചന്തയെന്നാണ്. അങ്ങനെ വിശാലമായ ചന്തയാണ്, എല്ലാ വൃത്തികേടുള്ളതായിരിക്കും ചന്ത. അപ്പൊ സുലൈമാൻ മൊലിയർ അവിടെ ചെന്നിട്ട് ഈ മൺകലങ്ങൾ വാങ്ങാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഉണ്ടാവും. മൺകലം വിൽക്കാൻ വന്ന ആൾക്കാർ ഓരോരുത്തർ നിന്ന് കലം വാങ്ങും, 2 കലം. എന്നിട്ട് ആ കലം ഇങ്ങനെ കൂട്ടി ഉടച്ചിട്ട് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിമുട്ടിച്ചാണ്ട് ഉടക്കും. ഉടക്കുമ്പോ പറയും നാട് പോയി കാട് വരട്ടെ, കാട് പോയി നാട് വരട്ടെ എന്ന് പറയും. അങ്ങനെ കല ഉടച്ച സ്ഥലത്താണത്രേ കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് അറബി കോളേജ് എന്ന സ്ഥാപനം പിന്നീട് വന്നത്. ഇപ്പൊ വെറുതെ ഉടച്ചുകൊണ്ടാണ് പോവുകയല്ല എന്നർത്ഥം. ദാറുൻ നജാത്ത് വന്ന ആ സ്ഥലത്തായിരുന്നു കല ഉടച്ചിരുന്നത്. ദാ നാട് പോയി കാട് വരട്ടെ, കാട് പോയി നാട് വരട്ടെ. കാട് പോയി നാട് വന്നത് എല്ലാവർക്കും മനസ്സിലായി, ദാറുൻ നജാത്ത് വന്നു. അതേസമയത്ത് നാട് പോയി കാട് വന്നത് ഇന്ന് വരെയും ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. ഒരു പക്ഷേ പഴയ ചന്ത ഇല്ലാതെയായതായിരിക്കാം എന്ന് പഴമക്കാർ പറയുന്നു. എന്തായാലും നാട് പോയി കാട് വന്നത് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഇനി മനസ്സിലാകാൻ പോണേ ഉണ്ടാവുള്ളൂ. കാട് പോയി നാട് വന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ദാറുൻ നജാത്ത് അറബി കോളേജ് എന്ന വിദ്യാഭ്യാസ സമുച്ചയം സുലൈമാൻ മൊലിയർ കലവടച്ചു കൊടുത്താണുള്ളത്. ഈ സുലൈമാൻ മൊലിയരും മാമ്പുഴ അലിയാസം മൊലിയരും വലിയ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരു മില്ലുണ്ട് മാമ്പുഴ ജുമാഅത്ത് പള്ളിയുടെ മുന്നിൽ, മരം മില്ലുണ്ട്. ആ മരം മില്ലിൻ്റെ അടുത്ത് ഒരു പൊടിയണ്ണി ഉണ്ടായിരുന്നു എന്നാണ്. ആ പൊടിയണ്ണിയുടെ ചോട്ടിൽ ഒരു ചായപ്പൊടി ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർ പറഞ്ഞതാണ്. ആ ചായപ്പൊടിയിലാണ് അലിയാസം മൊലിയർ ഇരിക്കുക. അപ്പൊ ഇടക്കിന് വന്നുകൊണ്ട് ഒരു ചായ അറിയും, അപ്പൊ ഒരു ചായ കുടിക്കും. ഇടക്ക് വന്നാണ്ട് പറയും 2 ചായ അറിയും. അപ്പൊ 2 ചായ പാർന്നിട്ട് മേശമ്മ കൊടുന്ന് നോക്കും. അപ്പൊ ചായപ്പീടിയക്കാരൻ ചോദിക്കും എന്തിനാ 2 ചായ? അതിൽ പറയും 1 കുടിക്കാനുള്ള ആള് വരുന്നുണ്ട്, 1 എനിക്ക് കുടിക്കാനുള്ളതാണ് അറിയും. 1ാമത്തെ ചായ കുടി തുടങ്ങുമ്പോത്തിന് 2ാമത്തെ ചായക്കുള്ള ആള് വരും സുലൈമാൻ മൊലിയർ. ഫോണൊന്നുമില്ല കേട്ടോ, ഫോണോ കമ്പിയോ ഒന്നുമില്ല. സുലൈമാൻ മൊലിയർ വഫാത്തായ അന്ന് രാവിലെ പീടിയിൽ വന്നിട്ട് അലിയാസം മൊലിയർ പറഞ്ഞത്രേ ഇന്റെ ചങ്ങായി മരിച്ചുട്ടോ. കുറെ കാലങ്ങൾക്ക് ശേഷം സുലൈമാൻ മൊലിയർ മരണപ്പെട്ടു എന്ന വിവരം കിട്ടി. സുലൈമാൻ മൊലിയർ ഒറിജിനൽ മംഗലാപുരത്തുകാരനാണ്. മഹാനവർകൾ മരണപ്പെടുന്നതും അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതും കോഴിക്കോട് പുതിയറയിലാണ് എന്ന് മാത്രം. ഇതൊക്കെയാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാല്. ഓലൊക്കെ കഥ കേട്ടാൽ തന്നെ നമ്മൾ നേരാവും. കുറെയൊക്കെ നമുക്കതിന് ഒഴിവില്ല എന്നുള്ളതാണ്. സ്വാലിഹീങ്ങളുടെ താരീഖുകൾ കേട്ടാൽ തന്നെ കുറെയൊക്കെ നേരാവും എന്നുള്ളതാണ്. അതുകൊണ്ട് സജ്ജനങ്ങളായ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ താരീഖുകൾ കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം.